നമുക്കറിയാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, സ്റ്റാർട്ടിങ് മെത്തേഡ്. അതായത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടിങ് മെത്തേഡാണ്. അതിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് DOL ഡിസ്കസ്, അതായത് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിനെ പറ്റി ഡിസ്കസ് ചെയ്ത്. അതേപോലെ ഇനി വേറെ 2-3 കൂടി ഉണ്ട്. അതിലൊന്നാണ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. അതായത് നമുക്കറിയാം ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ പറയുന്നത് ഏതാണ്, മാനുവൽ ടൈപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഓണാക്കുന്ന ടൈപ്പ് സ്റ്റാർട്ടറിനെ പറ്റിയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാനുവൽ ടൈപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഡിവൈസ് ഇസ് യൂസ് ടു സ്റ്റാർട്ട് ദ ഇൻഡക്ഷൻ മോട്ടർ ടോട്ടൽ ഫ്രം ഹൈ സ്റ്റാർട്ടിങ് കറണ്ട്. അതായത് സ്റ്റാർട്ടർ നമുക്കറിയാം എന്താണ്, ഡിവൈസ് ഇൻഡക്ഷൻ മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഹൈ സ്റ്റാർട്ടിങ് കറണ്ടിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിന് നമ്മൾ എന്താ പറയുക, സ്റ്റാർട്ടർ. അതിൽ വരുന്നൊരു അടുത്തതാണ് DOL പോലെ തന്നെ രണ്ടാമത്തെ ഒന്നാണ് ഓട്ടോ ട്രാൻസ്ഫോമർ ടൈപ്പ് സ്റ്റാർട്ടർ. ഇത് വരുന്നത് സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ടൈപ്പിലാണ് വരുന്നത്. സ്ലിപ്പ് റിങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ ടൈപ്പ് സ്റ്റാർട്ടർ വരുന്നുണ്ട്. മെയിനായിട്ട് ഇതെന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ഫോർ ഇതിനാണ് സ്റ്റാറും ഡെൽറ്റയും കണക്റ്റഡ് മോട്ടേഴ്സിനാണ് മെയിനായിട്ട് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതായത് സ്റ്റാറും പിന്നെ ഡെൽറ്റയായിട്ട് കണക്ട് ചെയ്ത ടൈപ്പ് മോട്ടേഴ്സിനാണ് ഇത് മെയിനായിട്ട് സ്യൂട്ടബിൾ. ഈ മെത്തേഡിൽ എന്താണ്, സ്റ്റാർട്ടിങ് കറണ്ട് ലിമിറ്റ് ചെയ്യണം ബൈ യൂസിങ് ഒരു 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് ലിമിറ്റ് ചെയ്യണം. സ്റ്റാർട്ടിങ്ങിലുള്ള കറണ്ട് എന്ത് ചെയ്യുക, ഒരു 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ലിമിറ്റ് ചെയ്യണം. ആ ടൈപ്പിനാണ് നമ്മൾ പറയുന്നത് ഓട്ടോ ട്രാൻസ്ഫോമർ ടൈപ്പ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞത്. മെയിനായിട്ട് ഈ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം വൈഡായിട്ട് എന്താണ്, സ്റ്റാർട്ടിങ് ലാർജ് ഇൻഡസ്ട്രിയൽ മോട്ടോഴ്സ്, അതായത് വലിയ ഇൻഡസ്ട്രിയൽ മോട്ടോഴ്സിൻ്റെ ലാർജ് ഇൻഡസ്ട്രിയൽ മോട്ടോഴ്സിൻ്റെ ഡ്യൂട്ടീസ് അഡ്വാൻറ്റേജ് പ്രൊവൈഡിങ് ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് വിത്ത് ലോവസ്റ്റ് സ്റ്റാർട്ടിങ് കറണ്ട്. അതായത് ഹൈ സ്റ്റാർട്ടിങ് ടോർക്കും ലോവസ്റ്റ് സ്റ്റാർട്ടിങ് കറണ്ടും കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബാക്കിയെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടറാണുള്ളത്. അതാണ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. അതായത് വൈഡ് ഇൻ സ്റ്റാർട്ടിങ് ലാർജ് ഇൻഡസ്ട്രിയൽ മോട്ടോഴ്സ് ഡ്യൂ ടു അഡ്വാൻറ്റേജ് ഓഫ് പ്രൊവൈഡിങ് ദ ഹയസ്റ്റ് സ്റ്റാർട്ടിങ് ടോർക്ക് വിത്ത് ലോവസ്റ്റ് സ്റ്റാർട്ടിങ് കറണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്. അതായത് വലിയ ഇൻഡസ്ട്രിയൽ മോട്ടോഴ്സിൻ്റെ പ്രൊവൈഡിങ് ഹയസ്റ്റ് സ്റ്റാർട്ടിങ് ടോർക്ക് വിത്ത് ലോവസ്റ്റ് സ്റ്റാർട്ടിങ് കറണ്ട് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്. അതായത് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ബാക്കി വെച്ച് കമ്പയർ ടു അത് ബാക്കിയുള്ള സ്റ്റാർട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്. ഇത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇൻസ്റ്റേറ്റ് ചെയ്യുക ട്രാൻസ്ഫോമർ എന്ത് ചെയ്യാണ്, ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുക, നമ്മൾ മോട്ടറിൻ്റെയും സപ്ലൈ വരുന്ന സോഴ്സിൻ്റെയും മോട്ടറിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ഓട്ടോ ട്രാൻസ്ഫോമറിനെ ഇൻസേർട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു ഇൻവോൾവ് ചെയ്യുന്ന കാര്യം. അതായത് ഒരു 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുക, നമുക്ക് വരുന്ന സപ്ലൈയും അതായത് നമുക്ക് കൊടുക്കാനുള്ള മോട്ടറിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, ഒരു 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുക. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്നൊരു കാര്യം. അതെങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്, അത് സപ്ലൈൻ്റെയും ഒരു മോട്ടറിൻ്റെ ഇടയിലാണ് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ്, നമുക്കൊരു ഫിഗറിൽ ഇവിടെ കാണാം. അതായത് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചത്. അതായത് ഇവിടെ താഴത്ത് എന്തുണ്ട്, ഒരു മോട്ടർ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ കാണിച്ചിട്ടുണ്ട്. അതിന് രണ്ടിൻ്റെയും നടുവിൽ നിന്നുണ്ട് ഒരു ഇതും കാണിച്ചിട്ടുണ്ട്. അതായത് ഡബിൾ ത്രോ സ്വിച്ചും കാണിച്ചിട്ടുണ്ട്. ഈ സ്വിച്ചാണ് എന്ത് ചെയ്യുക, ഇതിനെ സപ്ലൈയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡബിൾ ത്രോ സ്വിച്ച്. ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിൽ നിന്നും കാണിച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ പ്രൈമറി സപ്ലൈ എടുക്കുന്ന സൈഡും കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ സെക്കൻഡറി സൈഡും കാണിച്ചിട്ടുണ്ട്. അതായത് ടാപ്പ് ചെയ്തിട്ട് സപ്ലൈ എടുക്കാനുള്ള ഭാഗം കാണിച്ചിട്ടുണ്ട്. അതേപോലെ മോട്ടറിൻ്റെ കണക്ഷനും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗറാണ് ജസ്റ്റ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിൻ്റെ ഫിഗറായിട്ട് കാണിച്ചത്. മെയിനായിട്ട് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ വർക്കിംഗ് എന്നു വെച്ചാൽ നമ്മൾ പ്രൈമറിയിൽ, അതായത് ഇൻപുട്ടിൽ നമ്മളൊരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കും. അതെന്ത് ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഒരു റെഡ്യൂസ് ചെയ്ത പ്രൊപ്പോർഷനിലേക്ക് ഔട്ട്പുട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ടാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ടിൽ ഓരോ പെർസെൻറ്റേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 50%, 65%, 80%. അതായത് ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് എന്ത് ചെയ്യും, അതിനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിൽ അത് കിട്ടുക. അതായത് ടാപ്പിംഗ് സെറ്റിങ്സ് വഴി അതിനെന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടുക. അതായത് ഒരു 50%, 65%, ഒരു 80%, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജിനെ
ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, അതിനെ റെഡ്യൂസ് ചെയ്ത പ്രൊപ്പോർഷനിലാക്കിയിട്ട് ടാപ്പിംഗ് സെറ്റിങ്സിലായിരിക്കും എന്താവുക ഇതിൻ്റെ ചെയ്തിട്ട്. ഈ ഫിഗറിൽ കാണാൻ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻപുട്ടിൽ പ്രൈമറി സൈഡിൽ നിന്ന് കൊടുത്ത് സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ എന്താവും ഓരോ ടാപ്പിംഗ് ഉണ്ട്, ഓരോ ഫേസിൽ ഓരോ ടാപ്പിംഗ് ഉണ്ടാവും. അതെന്താവും ഓരോ ജസ്റ്റ് ഇവിടെ കാണാം, പ്രൈമറിയിൽ കൊടുത്ത ഇതുണ്ടാവും വോൾട്ടേജ് വരുമ്പോൾ ഉണ്ടാവും, ഔട്ട്പുട്ടിൽ വരുമ്പോൾ എന്താവും ഓരോ ടാപ്പിംഗ് ആയിട്ടാണ് ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തത്. അത് ഓരോ പെർസെൻറ്റേജ് ആയിരിക്കും. 50%, 65%, 80%, 3 ടൈപ്പ് പെർസെൻറ്റേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജ് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ റെഡ്യൂസ്ഡ് പ്രൊപ്പോർഷനായിട്ട്, അതായത് ടാപ്പിംഗ് എന്ന സെറ്റിങ്സ് ചെയ്തിട്ട് റെഡ്യൂസ്ഡ് പ്രൊപ്പോർഷനായിട്ട് ഔട്ട്പുട്ടിലേക്ക് കിട്ടുക. അതാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ടൈപ്പ് സ്റ്റാർട്ടറിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ടാപ്പ് സെറ്റിംഗ് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഒരു ആദ്യത്തെ ഒരു 50% ആയിരിക്കും, പിന്നെ ഒരു 65%, പിന്നെ ഒരു 80%. അതായത് നമ്മൾ 50% ആകുമ്പോൾ അത്രയും വോൾട്ടേജ് അതിൽ വരും. പിന്നെ ഒരു 65 ആകുമ്പോൾ കുറച്ചുകൂടി വോൾട്ടേജ് കൂടും. പിന്നെ ഒരു 80 ആകുമ്പോൾ എന്ത് ചെയ്യും, അത്യാവശ്യം വോൾട്ടേജ് കൂടും. അതേ ടൈമുള്ള 5% വോൾട്ടേജുള്ള കറണ്ടായിരിക്കും അവിടെ കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ സെറ്റിങ്സ് ആയിട്ടാണ് ടാപ്പ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ആവശ്യമുള്ള ഏത് വെച്ചാൽ അതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. കുറഞ്ഞ ലെവലിന് മെല്ലെ മാനുവൽ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യുന്നത്, ഈ സാധനം കൂട്ടാൻ. ഇവിടെ കാണാം ഈ ഫിഗറിൽ എന്ത് ഒരു സ്വിച്ച് യൂസ് ചെയ്തത്, അതായത് TPST സ്വിച്ചാണ് യൂസ് ചെയ്തത്. ട്രിപ്പിൾ പോൾ സിംഗിൾ ത്രോ ടൈപ്പ് സ്വിച്ചാണ് യൂസ് ചെയ്തത്. ഇവിടെ കാണാം സ്റ്റാർട്ട് ടൈപ്പും, ഇവിടെ എന്തുണ്ട് റണ്ണും ഉണ്ട്. ഇവിടെ സ്വിച്ചിൻ്റെ ഹാൻഡിൽ, ഈ ഹാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സ്റ്റാർട്ടിലേക്ക് ഇടുക, അതേപോലെ റണ്ണിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അത് വെച്ചിട്ടാണ് നമ്മൾ സാധാ എന്താ പറയുക ഡെൽറ്റ സ്റ്റാർട്ടർ പോലെയാണ് ഇതിൻ്റെ ഏകദേശം ഒരു വർക്കിംഗ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമായുള്ള കറണ്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, വോൾട്ടേജ് കിട്ടാൻ വേണ്ടി അതിനെ നേരെ സ്റ്റാർട്ടിലേക്ക് ഇടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ എത്ര പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, നേരെ അതിനെ നമ്മൾ എന്ത് ചെയ്യും, റണ്ണിലേക്ക് പൊസിഷനിലേക്ക് മാറ്റും. അതാണ് ഇവിടെ യൂസ് ചെയ്തത്. ട്രിപ്പിൾ പോൾ സിംഗിൾ ടൈപ്പ് സ്വിച്ചാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അതാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ നോക്കാം. ഇവിടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, മോട്ടർ ഉണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള സ്വിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. സ്റ്റാർട്ടിലേക്കും റണ്ണിലേക്കും കൺട്രോൾ ചെയ്യുന്നത്, സപ്ലൈ കൊടുത്ത് സ്റ്റാർട്ടിലേക്കും റണ്ണിലേക്കും കൺട്രോൾ ചെയ്യുന്ന ഈ സ്വിച്ചാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലാണ് നമ്മളെ സപ്ലൈ ഉണ്ടാവുക. സപ്ലൈ എങ്ങനെ കളിച്ചാൽ സ്വിച്ചിൻ്റെ ഹാൻഡിൽ സ്റ്റാർട്ട് പൊസിഷനിലാകുമ്പോൾ എന്ത് ചെയ്യും, സ്വിച്ചിൻ്റെ ഹാൻഡിൽ നമ്മൾ നേരത്തെ എന്ത് ചെയ്യും, സ്റ്റാർട്ട് പൊസിഷനിലേക്ക് ഇട്ട്. അപ്പോൾ എന്ത് ചെയ്യും, പ്രൈമറി ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് സപ്ലൈ പ്രൈമറിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി എന്ത് ചെയ്യും, സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുക. അതായത് സ്വിച്ച് നമ്മൾ സ്റ്റാർട്ട് പൊസിഷനിൽ ഇടുമ്പോൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി എന്ത് ചെയ്യും, സപ്ലൈ ആയിട്ട് കണക്ട്. അപ്പോൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമറിലേക്ക് സപ്ലൈ എത്തും. അതായത് സപ്ലൈ ഉള്ള ടെർമിനൽ നേരെ ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമറിലേക്ക് സപ്ലൈ എത്തും. പിന്നെ എന്ത് ചെയ്യും, മോട്ടർ എന്ത് ചെയ്യും, കണക്ട് ചെയ്തൂടെ മോട്ടർ അതേപോലെ എന്ത് ചെയ്യും, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലേക്ക് കണക്ട് ചെയ്യും. മോട്ടർ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലേക്ക് കണക്ട് ചെയ്യും. അത് സ്റ്റാർട്ടിൽ ഫസ്റ്റ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സ്വിച്ച് നേരെ സ്റ്റാർട്ട് പൊസിഷനിലേക്ക് ഇടാം. നമുക്ക് സ്റ്റാർട്ട് പൊസിഷൻ അറിയാം, മുകളിലോട്ടാണ്. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് പൊസിഷനിലെ മുകളിലേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് എന്ത് ചെയ്യും, സപ്ലൈ കിട്ടും. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സപ്ലൈ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ആ ടൈം എന്ത് ചെയ്യും, മോട്ടറിൻ്റെ ടെർമിനലിൻ്റെയും ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ടെർമിനലായിട്ട് കണക്ട് ചെയ്യും. അതായത് മോട്ടറിൻ്റെ സെക്കൻഡറി ടെർമിനൽ മോട്ടറിൻ്റെ ടെർമിനൽ എന്ത് ചെയ്യും, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ടെർമിനലായിട്ട് കണക്ട് ചെയ്യും. ആ സെക്കൻഡറി ടെർമിനൽ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ടാപ്പ് ചെയ്ത് വെച്ച സെറ്റിങ്സ് ഉള്ള ടെർമിനലാണ് മോട്ടറായിട്ട് കണക്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോട്ടറായിട്ട് കണക്റ്റ് ആവുക. അങ്ങനെ അത് കണക്റ്റ് ആയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമുക്കറിയാം, ഓട്ടോ ട്രാൻസ്ഫോമർ മാനുവൽ ടൈപ്പ് ഓട്ടോ ട്രാൻസ്ഫോമറാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് നമുക്കറിയാം 50% ആകുമ്പോൾ 50% ആ ടൈമുള്ള വോൾട്ടേജ് അതിലേക്ക് കിട്ടുമ്പോൾ അതേ മോട്ടർ അതിനനുസരിച്ചുള്ള സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുക ടൈമുള്ള സ്റ്റാർട്ടിങ് കറണ്ട് അതിൽ എടുക്കും. പിന്നെ അതേ എന്ത് ചെയ്യുക, അതിൻ്റെ അടുത്തതിലേക്ക് പിന്നെയും കൂട്ടുക. അപ്പോൾ എന്ത് ചെയ്യും, അടുത്തത് പറഞ്ഞാൽ ഒരു 65% ടാപ്പിംഗ് 65% എത്തുമ്പോൾ ആ ടൈമുള്ള സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. ആ ടൈമുള്ള സ്റ്റാർട്ടിങ് കറണ്ട് അത് എടുക്കും. അത് പിന്നെ നേരെ എന്ത് ചെയ്യുക, 80% നമുക്ക് എത്രയാണ് അതിൻ്റെ ഇത് വേണം, ഏകദേശം എന്ത് ചെയ്യുക, ടാപ്പിങ്ങിൻ്റെ 80% ആ റേറ്റഡ് വോൾട്ടേജിൻ്റെ റേറ്റഡ് വാല്യൂൻ്റെ ഒരു 80% ആക്കുമ്പോൾ എന്ത് ചെയ്യും, മോട്ടർ അതിൻ്റെ റേറ്റഡ് സ്പീഡിൽ കറങ്ങാൻ തുടങ്ങും. ആ ടൈമാണ് നമുക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടാപ്പിംഗ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് 50% സെറ്റ് ചെയ്യുമ്പോൾ ആ ടൈമിൽ മെല്ലെ മോട്ടർ കറങ്ങും. മോട്ടർ കറങ്ങാൻ വേണ്ടി ആ ടൈമിൽ അതിന് ആവശ്യമായ 50% കൊടുക്കുമ്പോൾ എത്ര വോൾട്ടേജ് കൊടുക്കുന്നത് ആ ടൈമിൽ അതിന് ആവശ്യമായ കറണ്ട് അതെന്ത് ചെയ്യും, ആ ടൈമിൽ എടുക്കും. പിന്നെയും കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, പിന്നുള്ളത് 65% ആണെങ്കിൽ 65% ടൈമിലുള്ള കറണ്ട് എടുക്കും. അങ്ങനെ അത് കൂട്ടി നമുക്ക് 80% എത്തി. ഏകദേശം നമ്മളെ മോട്ടർ റേറ്റഡ് സ്പീഡിൽ റൺ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സ്പോട്ടിൽ 80% ആയി. റേറ്റഡ് സ്പീഡിൻ്റെ 80% ആയാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വിക്ക്ലി നമുക്ക് എന്ത് ചെയ്യുക, അത് സ്റ്റാർട്ട് പൊസിഷനിലുള്ള ഹാൻഡിൽ നേരെ എന്ത് ചെയ്യുക, റൺ പൊസിഷനിലേക്ക് മാറ്റുക. അത് സ്റ്റാർട്ട് പൊസിഷനിൽ നേരെ
റൺ പൊസിഷനിലേക്ക് മാറ്റുക. അതാണ് നമ്മൾ സ്റ്റാർ ഡെൽറ്റയിൽ ചെയ്യുന്ന പോലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാറിലിട്ട് മോട്ടർ റൺ ചെയ്ത് ഒരു 80% ആയ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റേറ്റർ സ്പീഡിൻ്റെ 80% നേരം എന്ത് ചെയ്യും, നമ്മൾ അതിനെ പിടിച്ച് ഡെൽറ്റയിലേക്ക് മാറ്റും. അതേ സംഭവമാണ് എന്ത് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിലും നടക്കുന്നത്. അതായത് അത് റൺ ചെയ്ത് അത് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡിൽ നേരം എന്ത് ചെയ്യും, സ്റ്റാർട്ട് പൊസിഷനിലിടും. സ്റ്റാർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ആയിട്ട് എന്ത് ചെയ്യും, സപ്ലൈ കണക്റ്റഡ് ആവും. അതിൽ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ഉണ്ടാവും, മോട്ടറായിട്ട് കണക്റ്റഡ് ആവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 50, 60, 80% അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഏകദേശം ഒരു 80% അതിൻ്റെ റേറ്റഡ് വാല്യൂ എത്തുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റഡ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. റേറ്റഡ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നേരെ നമ്മളെ സ്റ്റാർട്ട് എന്നുള്ള ഹാൻഡിൽ നേരെ എന്ത് ചെയ്യുക, നമ്മൾ റൺ പൊസിഷനിലേക്ക് ഇടുക. ആ ടൈമിൽ എന്താവും, റൺ പൊസിഷനിലേക്ക് ഇടുമ്പോൾ എന്താവും, നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ടാവും ഡിസ്കണക്ട് ചെയ്യുക. അതായത് സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവും. ഡിസ്കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, മോട്ടർ ഡയറക്റ്റ്ലി ലൈനായിട്ട് കണക്ട് ചെയ്യുക. അതായത് സ്റ്റാർട്ടിലുള്ള ഹാൻഡിൽ നേരെ നമ്മൾ റണ്ണിലേക്ക് മറിച്ചിടുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോ ട്രാൻസ്ഫോമർ സപ്ലൈയിൽ നിന്ന് കട്ടാവും. ഓട്ടോ ട്രാൻസ്ഫോമർ സപ്ലൈയിൽ നിന്ന് കട്ടാകുമ്പോൾ എന്താവും, പിന്നെ മോട്ടർ ഡയറക്റ്റ്ലി കണക്ട് എടുത്തതിലേക്കും ലൈനായിട്ടുള്ള സപ്ലൈയിലേക്കും പിന്നെ മോട്ടർ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. നേരെ എന്ത് ചെയ്യും, സ്റ്റാർട്ട് നേരെ റണ്ണിലേക്ക് മാറ്റിയിടുമ്പോൾ എന്ത് ചെയ്യും, അത് റൺ പൊസിഷനിലെത്തുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോ ട്രാൻസ്ഫോമർ അത് സപ്ലൈയിൽ നിന്ന് നമ്മൾ സർക്യൂട്ട് എന്ത് ചെയ്യും, ഡിസ്കണക്റ്റ് ആവും. പിന്നെ എന്ത് ചെയ്യും, മോട്ടർ ഡയറക്റ്റ്ലി കണക്ട് എടുത്തതിലേക്കും ലൈനിലേക്ക്, അത് സപ്ലൈ വോൾട്ടേജ് 3 ഫേസ് സപ്ലൈയിലേക്ക് എന്ത് ചെയ്യും, മോട്ടർ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുകയാണ്. പിന്നെ എന്ത് ചെയ്യും, അത് അതിൻ്റെ ഫുൾ റേറ്റഡ് വോൾട്ടേജ് അച്ചീവ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ആ ഹാൻഡിൽ പിന്നെ ഫുൾ എന്തായിരിക്കും, നമ്മൾ ഓഫ് ആക്കുന്നവരെ അത് റൺ പൊസിഷനിലേക്കും കിടക്കുക. നമുക്കറിയാം സ്റ്റാർ ഡെൽറ്റേൻ്റെ അതേ ഇതിൽ തന്നെ ഡെൽറ്റയിലേക്ക് മാറ്റിയാൽ പിന്നെ എന്ത് ചെയ്യും, അത് ഫുൾ വോൾട്ടേജ് അച്ചീവ് ചെയ്യുന്ന എന്ത് ചെയ്യും, വർക്ക് ചെയ്യുന്ന ഫുൾ ടൈം എന്ത് ചെയ്യും, അത് ഡെൽറ്റയിൽ കിടക്കും. ഇതും അതേപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാർട്ട് നമ്മൾ ഡെൽറ്റയിലേക്ക് മറിച്ചിടും, അല്ല സ്റ്റാർട്ട് റണ്ണിലേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യും, അതായി പൊസിഷനിൽ നിൽക്കും. ആ ടൈമിലുള്ള ഓട്ടോ ട്രാൻസ്ഫോമറിലെ സപ്ലൈ കട്ടാവും, ഓട്ടോ ട്രാൻസ്ഫോമർ സർക്യൂട്ടിന് ഡിസ്കണക്റ്റ് ആവും. ആ ടൈമിൽ പിന്നെ മോട്ടർ എന്തായിരിക്കും, ഡയറക്റ്റ്ലി ഏതായിട്ടായിരിക്കും, നമ്മളെ 3 ഫേസ് സപ്ലൈ ആയിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിരിക്കും. അതതിൻ്റെ ഫുൾ റേറ്റഡ് വോൾട്ടേജ് അച്ചീവ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, മോട്ടറിൻ്റെ ഹാൻഡിൽ എന്ത് ചെയ്യുക, സ്വിച്ചിൻ്റെ ഹാൻഡിൽ എന്ത് ചെയ്യുക, അത് ഫുൾ ടൈം എന്ത് ചെയ്യും, നമ്മൾ ഓഫ് ആക്കുന്നവരെ റൺ പൊസിഷനിൽ കിടക്കും. അപ്പോൾ അഥവാ സപ്ലൈയിലെ വോൾട്ടേജ് ഫെയിൽ ആവുക, അല്ലെങ്കിൽ ഫോൾസ് ബിലോ സർട്ടൻ വാല്യൂ അങ്ങനെ കുറവൊക്കെ എന്ത് ചെയ്യും, ഹാൻഡിൽ എന്ത് ചെയ്യും, താനെ റിലീസ് ചെയ്തിട്ട് ഓഫ് പൊസിഷനിലേക്ക് തിരിച്ചു വരും. അതായത് നമുക്കറിയാം എന്തെങ്കിലും സപ്ലൈയിലെ വോൾട്ടേജ് ഫെയിൽ ആവുക, അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ വാല്യൂ എന്തെങ്കിലും ബിലോ സർട്ടൻ വാല്യൂവിൽ കുറവോ അങ്ങനത്തെ കണ്ടീഷനൊക്കെ വരുമ്പോൾ എന്താവും, ഹാൻഡിൽ എന്ത് ചെയ്യും, അതായത് ഹാൻഡിൽ റൺ പൊസിഷനിൽ റിലീസായിട്ട് നേരെ എന്ത് ചെയ്യും, ഓഫ് പൊസിഷനിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മോട്ടർ ഓട്ടോമാറ്റിക്കലായിട്ട് ഓഫ് ആവും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് സംഭവം. ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ എന്ത് ചെയ്യും, കൺസിസ്റ്റ് ഓഫ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ടാവും. സ്റ്റാർട്ടറായിട്ട് എന്ത് ചെയ്യും, വിത്ത് സ്യൂട്ടബിൾ ടാപ്പിങ്ങും സ്വിച്ചിങ്ങും ആയിട്ട് എന്ത് ചെയ്യും, ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറാണ് ഉണ്ടാവുക, സ്റ്റാർട്ടറിൽ ഉണ്ടാവുക. എന്ത് ചെയ്യും, നമ്മൾ സ്വിച്ചിനെ സ്റ്റാർട്ടിലേക്ക് പുഷിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും, ഒരു റെഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ത് ചെയ്യും, മോട്ടർ ടെർമിനലിലേക്ക് കിട്ടും. അതായത് സ്വിച്ച് പുട്ട് ടു സ്റ്റാർട്ട് പൊസിഷനിലാകുമ്പോൾ ഒരു റെഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ത് ചെയ്യും, മോട്ടറിൻ്റെ ടെർമിനലിൽ അപ്ലൈ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, മോട്ടർ ഏകദേശം ഒരു 80% അതിൻ്റെ നോർമൽ സ്പീഡ് എത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ സ്വിച്ചിന് നേരെ എന്ത് ചെയ്യും, നമ്മൾ നേരെ റൺ പൊസിഷനിലേക്ക് മാറ്റും. ആ ടൈമിൽ നമ്മൾ സ്വിച്ച് കട്ട് ചെയ്യുമ്പോൾ, അതായത് സ്വിച്ച് നേരെ റൺ പൊസിഷനിലേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോ ട്രാൻസ്ഫോമർ കട്ടാവും. സപ്ലൈയിൽ നിന്ന് കട്ടായിട്ട് എന്ത് ചെയ്യും, ഫുൾ റേറ്റഡ് വോൾട്ടേജ് എന്ത് ചെയ്യും, അത് മോട്ടറിൻ്റെ ടെർമിനലിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഫിഗറിൽ എന്ത് കാണിച്ചാൽ എന്താണ്, മാനുവൽ ടൈപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറാണ്. നമ്മൾ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിലേക്ക് ഇട്ട് 80% ആയി കഴിഞ്ഞാൽ നേരം എന്ത് ചെയ്യണം, അതിനെ പിടിച്ച് റണ്ണിലേക്ക് ഇടണം. നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിൻ്റെ വർക്കിങ്ങും അത് ഫിഗറൊക്കെ നോക്കി. ഇനി ജസ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ട് ലിമിറ്റ് സിഗ്നിഫിക്കൻ്റ് ഇൻട്രസ്റ്റ് കറണ്ട്. അതായത് പെട്ടെന്നുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യും, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പെട്ടെന്ന് കറണ്ടിൻ്റെ ഇൻക്രീസ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിൽ ഉണ്ടാവില്ല. മെല്ലെ എന്ത് ചെയ്യും, കറണ്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ എന്താ, യൂസ് ഫോർ ലാർജ് മോട്ടറാണ്. ഇൻ വിച്ച് വേ സ്റ്റാർട്ട് ബൈ ഡയറക്റ്റ് കണക്ഷൻ ടു ദ നെറ്റ്വർക്ക് ഈസ് നോട്ട് പോസിബിൾ. ലാർജ് മെഷീൻസിലാണ് അധികം ഈ സാധനം എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് എന്താണ്, യൂസ്ഡ് ഫോർ ലാർജ് മോട്ടേഴ്സാണ്. അതായത് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ എന്ത് നെറ്റ്വർക്കിലൊക്കെ എന്ത് ചെയ്ത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈയസ്റ്റ് ടോർക്കാണ്. മോസ്റ്റ് എഫക്റ്റീവ് റേഷ്യോ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. ബിറ്റ്വീൻ 65 മുതൽ 80 വരെയാണ് മോസ്റ്റ് എഫക്റ്റീവ് റേഷ്യോ പറയുന്നത്. ഇതിൻ്റെ
പിന്നെന്താ സ്യൂട്ടബിൾ ഫോർ ലോങ് സ്റ്റാർട്ടിങ് പീരീഡ്സ്, അങ്ങനത്തെ മെത്തേഡുള്ളത് എന്താ സ്യൂട്ടബിൾ ആണ് ഈ എന്ത് ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. പിന്നെ അതേപോലെ എന്തുണ്ട് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അതിൽ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, സർക്യൂട്ട് ഈസ് ക്വൈറ്റ് കോംപ്ലക്സ് ആണ്, ഇൻവോൾവ്സ് റിലേറ്റീവ് എക്സ്പെൻസീവ് ട്രാൻസ്ഫോമർ. അതായത് സർക്യൂട്ട് കുറച്ചൊരു കോംപ്ലക്സ് ആയിരിക്കും. പിന്നെന്താണ് ട്രാൻസ്ഫോമർ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെന്താ ഫിസിക്കൽ സൈസാണ് മൊത്തം ഡിവൈസിൻ്റെ ഫിസിക്കൽ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം ഇതിന് സംഭവം. അതായത് ഡ്യൂ ടു ദ ഫിസിക്കൽ സൈസ് ഓഫ് ദ വേൾ ഡിവൈസ്, അതായത് കുറച്ച് മൊത്തത്തിൽ ഡിവൈസിന് സൈസ് കൂടുതലാകുമ്പോൾ ഇതിനും കൂടി സൈസ് കൂടാകുമ്പോൾ എന്താവും സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം വരും. പിന്നെ എന്താ ലോ പവർ ഫാക്ടർ ആയിരിക്കും. ഈ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അതായത് കോംപ്ലക്സ് സർക്യൂട്ടാണ്, പിന്നെ ട്രാൻസ്ഫോമർ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, പിന്നെ നമ്മളെ മൊത്തത്തിലുള്ള മെഷീൻ്റെ സൈസും ഇതിൻ്റെ സൈസും കൂടുതലാകുമ്പോൾ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം വരും, പിന്നെ പവർ ഫാക്ടർ കുറവായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് റോട്ടർ റിയോസ്റ്റാറ്റ് സ്റ്റാർട്ടറാണ്. അതായത് റോട്ടർ നമ്മളിത് നോക്കിയത് എന്തൊക്കെയാണ്, DOL നോക്കി, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ നോക്കി. ഇതൊക്കെ വരുന്ന ഇതിലാണ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടറായിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഇതിന് വേറെ മോട്ടറാണ്, ഇൻഡക്ഷൻ മോട്ടറിൽ തന്നെ വരുന്നതാണ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ. അതിന് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറാണ് റോട്ടർ റിയോസ്റ്റാറ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. യൂസ് ചെയ്യുന്ന സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറാണ്. ഈ ഒരു മെത്തേഡ് തന്നെയാണ് അല്ല സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ എന്നറിയാം. സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഡെവലപ്പ് ചെയ്യുക. അതായത് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ കൊണ്ട് ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമുക്കതിൻ്റെ സ്റ്റാർട്ടിങ് മെത്തേഡാണ് നോക്കുന്നത്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള സ്റ്റാർട്ടർ ഏതാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാനുള്ളത്. യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറാണ് റോട്ടർ റിയോസ്റ്റാറ്റ് സ്റ്റാർട്ടറാണ് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഈ സ്ലിപ്പ് റിംഗും സ്ക്വിറൽ ഗേജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ റോട്ടർ വൗണ്ട് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. റോട്ടറിൽ വൗണ്ട് ടൈപ്പ് ആയിട്ടുള്ള ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്ക്വിറൽ ഗേജ് വരുമ്പോൾ സ്ക്വിറൽ ഗേജ് ടൈപ്പ് റോട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതാണ് എൻ്റെ തമ്മിലുള്ള വ്യത്യാസം. സ്ക്വിറൽ ഗേജും സ്ലിപ്പ് റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സ്ക്വിറൽ ഗേജിൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സ്ക്വിറൽ ഗേജ് ടൈപ്പ് റോട്ടറാണ്. സ്ലിപ്പ് റിംഗിലാണെങ്കിൽ റോട്ടർ വൗണ്ട് ടൈപ്പ് റോട്ടറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്കറിയാം ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ആണ് വേറെ ടൈപ്പ്, ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു വേറെ ടൈപ്പ് മോട്ടറാണ്. അവിടെ എന്താണ് റോട്ടറിൽ വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ത്രൂ ദ സ്ലിപ്പ് റിംഗ് കൂടി എന്ത് ചെയ്യുക റോട്ടറിലുള്ള വൈൻഡിങ്സൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക ടു ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. അതായത് റോട്ടർ വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ടു സ്ലിപ്പ് റിംഗ് ടു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. റോട്ടറിലെ വൈൻഡിങ്സൊക്കെ എന്ത് ചെയ്യും സ്ലിപ്പ് റിംഗ് വഴിയായിരിക്കും എന്ത് ചെയ്യുക എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു അതേപോലെ നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന സ്ലിപ്പ് റിംഗ് വഴിയാണ് റോട്ടറിലേക്ക്. ആ റെസിസ്റ്റൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ സ്പീഡും മോട്ടറിൻ്റെ ടോർക്കിൻ്റെ കാര്യമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് റെസിസ്റ്റൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ സ്പീഡ്, ടോർക്കിൻ്റെ മോട്ടറിൻ്റെ ടോർക്കിൻ്റെ കാര്യമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്താണ് കേപ്പബിൾ ഓഫ് മെയിൻറ്റെയിനിങ് ഹൈയസ്റ്റ് ടോർക്ക് അറ്റ് എനി സ്ലിപ്പ്. ഏത് സ്ലിപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും ഹൈയസ്റ്റ് ടോർക്ക് കേപ്പബിളാണ്, ഇതിന് ഇതാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താ പറയുക ഇത് ലോ സ്റ്റാർട്ടിങ് കറണ്ട് ആയിരിക്കുന്നത് നമ്മൾ അഡ്വാൻറ്റേജ് ആണ്, ലോ സ്റ്റാർട്ടിങ് കറണ്ട് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇനി എന്താ മെയിൻ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്, ലോ സ്റ്റാർട്ടിങ് കറണ്ടാണ്. പിന്നെ എന്താ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് എവിടേക്ക് വെച്ചാൽ ഒന്ന് റെയിൽവേ ട്രാക്ഷനിൽ വരും. പിന്നെ വരുന്നത് സ്പീഡ് കൺട്രോൾ ഓഫ് ലിഫ്റ്റിൻ്റെ സ്പീഡ് കൺട്രോളിൽ വരും. പിന്നെ വരുന്നത് രണ്ടത്തിനാണ് മെയിനായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് നോക്കുമ്പോൾ എന്തായിരിക്കും സ്റ്റേറ്ററിലേക്ക് എന്ത് ചെയ്യും നമ്മൾ ഡയറക്റ്റ് 3 ഫേസ് സപ്ലൈ കൊടുക്കുക. സ്റ്റേറ്ററിലേക്ക് ഡയറക്റ്റ് 3 ഫേസ് സപ്ലൈ കൊടുക്കും. അതിൽ റോട്ടറിലേക്ക് എന്ത് ചെയ്യും റോട്ടർ നമ്മൾ സ്ലിപ്പ് റിംഗ് വഴി നമ്മളെ റിയോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്യും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അതായത് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട റിയോസ്റ്റാറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും കണക്ട് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ കണക്ഷൻ വരിക. സ്റ്റേറ്റിലേക്ക് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യും സപ്ലൈ കൊടുക്കും. റോട്ടർ എന്ത് ചെയ്യും സ്ലിപ്പ് റിംഗ് വഴി ഷാഫ്റ്റ് വഴി സ്ലിപ്പ് റിംഗ് വഴി എന്ത് ചെയ്യും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അതായത് ടാപ്പിംഗ് ഉള്ള റിയോസ്റ്റാറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യും കണക്ട് ചെയ്യും. ഇത് കൺട്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റിയോസ്റ്റാറ്റ് ഉണ്ടാവും, കുറേ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും ഓരോന്നിലെ
ഓരോ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വാല്യൂയിൽ സെറ്റ് നമ്മൾ ടാപ്പിംഗ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ റെസിസ്റ്റൻസ് സെലക്ട് ചെയ്യുക. ഇത് ഓരോ വാല്യൂയുടെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഇവിടെ നമ്മളിതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് സ്ലിപ്പ് റിംഗ് വഴി റോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എങ്ങനെ ഉണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു റോട്ടർ സ്വിച്ച് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഓരോ റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഓരോ വാല്യൂ ആയിരിക്കും. മാക്സിമം റെസിസ്റ്റൻസ് മുതൽ മിനിമം റെസിസ്റ്റൻസ് വരെ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടാപ്പ് ചെയ്ത് ഓരോ ഇതിലേക്ക് മാറ്റുമ്പോൾ നമ്മളിതിലെ ചേഞ്ച് നമുക്ക് കിട്ടുക, വർക്കിങ്ങിന് മോട്ടറിൻ്റെ വർക്കിങ്ങിന് ചേഞ്ച് കിട്ടുക. നമ്മളിപ്പോൾ സപ്ലൈ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇത് റെസിസ്റ്റൻസ് എന്തായിരിക്കും, അതിൻ്റെ മാക്സിമം റെസിസ്റ്റൻസ്. അതായത് നമ്മൾ ധരിക്കുന്ന റോട്ടറിൻ്റെ നോബ് എന്തായിരിക്കും, നോബ് സെലക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഫസ്റ്റത്തെ എന്തായിരിക്കും, അത് ഏറ്റവും മാക്സിമം റെസിസ്റ്റൻസിലായിരിക്കും. ആ ടൈമിൽ നമ്മുടെ സ്പീഡ് എന്തായിരിക്കും, അത് ഏറ്റവും മിനിമം സ്പീഡിലായിരിക്കും. പിന്നെ നമ്മൾ റോട്ടർ സ്വിച്ച്, റൊട്ടേറ്റിംഗ് സ്വിച്ച് നമ്മൾ അടുത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താവും, റെസിസ്റ്റൻസ് ഒന്നും കൂടിയും കുറഞ്ഞു. ആ ടൈമിൽ എന്താ നമ്മളെ സ്പീഡ് എന്ത് ചെയ്യും, ജസ്റ്റ് ഗ്രാജുവലി ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യും. അത് റെസിസ്റ്റൻസ് അവിടെ മാക്സിമം റെസിസ്റ്റൻസ് നിന്ന് കുറഞ്ഞു. അപ്പോൾ എന്താ മിനിമം സ്പീഡ് നിന്ന് ഇൻക്രീസ് ചെയ്ത്. പിന്നെ നമ്മൾ അതിൻ്റെ ടാപ്പ് മൂന്നാമത്തെ ഇടുമ്പോൾ എന്ത് ചെയ്യും, അതായത് സ്പീഡ് നല്ല കൂടും. ഏകദേശം 50% സ്പീഡാവും. പക്ഷേ അതിൻ്റെ റെസിസ്റ്റൻസ് 50% റെസിസ്റ്റൻസ്, അവിടെയുള്ള റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഇതിൽ കുറയുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ടാപ്പ് പിന്നെ നാലാമത്തെ ഇടുമ്പോൾ എന്താകും, അത് അതിൻ്റെ മാക്സിമം സ്പീഡ് റൺ ചെയ്യും. അതേപോലെ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് മിനിമം ആവും ചെയ്യും. ഇതേപോലെ ഈ സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുക, ഇത് വർക്ക് ചെയ്യുക. അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ എന്തായിരിക്കും, ഇത് മാക്സിമം റെസിസ്റ്റൻസ് ആയിരിക്കും, മിനിമം സ്പീഡിലായിരിക്കും. നമുക്ക് ടാപ്പ് റൊട്ടേറ്റിംഗ് സ്വിച്ച് ഉണ്ടാവും. റൊട്ടേറ്റിംഗ് സ്വിച്ച് ഉണ്ടാവും, ഓരോ സെക്ഷനിലേക്ക് 4 സെക്ഷനാണ്, 4 സെക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റിലെ ഇടുമ്പോഴത്തേക്കും അത് അതിൻ്റെ മാക്സിമം റെസിസ്റ്റൻസിലായിരിക്കും, മിനിമം സ്പീഡിലും. സെക്കൻഡിലെ മാറ്റുമ്പോൾ എന്തായിരിക്കും, സ്പീഡ് ഒന്നും കൂടി കൂടും. ആ ടൈമിൽ റെസിസ്റ്റൻസ് ഒന്നുകൂടി കുറയും. ആ മൂന്നിലെ മാറ്റുമ്പോൾ എന്താ അതേ ചേഞ്ച് അവിടെ നടക്കും. റെസിസ്റ്റൻസ് പിന്നെയും കുറയും, സ്പീഡ് അതിനനുസരിച്ചുള്ള ഇൻക്രീസ് ചെയ്യും. 4 ആക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ മാക്സിമം സ്പീഡ് എത്തും ചെയ്യും, അതിൻ്റെ മിനിമം റെസിസ്റ്റൻസിലെത്തും. മൊത്തം റെസിസ്റ്റൻസ് കട്ട് ചെയ്യുമ്പോൾ, മൊത്തം ഉള്ള റെസിസ്റ്റൻസ് കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ മിനിമം മാക്സിമം സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ അവിടെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടാപ്പിംഗ് ആക്കി ഉണ്ടാവുക. ടാപ്പിംഗ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. ആ ടൈമിലുള്ള സ്പീഡ് അവിടെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അത് ഏറ്റവും മിനിമം റെസിസ്റ്റൻസ് കട്ട് ചെയ്യുമ്പോൾ അതായത് മോട്ടറിൻ്റെ അതിൻ്റെ മാക്സിമം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വർക്ക്, അതായത് റോട്ടർ റിയോസ്റ്റാറ്റ് സ്റ്റാർട്ടറിന് എന്തായിരിക്കും, കൺട്രോളിങ് റിയോസ്റ്റാറ്റ് എന്തായിരിക്കും, ഐദർ ഒരു സ്റ്റഡ് ടൈപ്പ് ആയിരിക്കും, ഓരോ സ്റ്റഡായിട്ടുള്ള ഇതായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും കോൺട്രാക്ടർ ടൈപ്പ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോളിങ് റിയോസ്റ്റാറ്റ് അതെന്തായിരിക്കും, ഐദർ സ്റ്റഡ് ടൈപ്പ്, ഓരോ സ്റ്റഡായിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രാക്ടർ ടൈപ്പ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിലെന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് ടൈപ്പ്, അതായത് ഈ റോട്ടർ സ്റ്റാർട്ടറിൻ്റെ ഓട്ടോമാറ്റിക് ടൈപ്പും ഉണ്ട്. അതായത് ഓണാക്കി കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് അതിൻ്റെ മാക്സിമം സ്പീഡിലെത്തിക്കുന്നതും, അല്ലെങ്കിൽ എന്താ മാനുവലായിട്ട് നമ്മൾ റോട്ടർ സ്വിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഉള്ള ടൈപ്പുണ്ട്. 2 ടൈപ്പുണ്ട്, അതായത് ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്. ഉള്ള റിയോസ്റ്റാറ്റ് എന്തായിരിക്കും, ഒന്നെങ്കിൽ സ്റ്റഡ് വഴി കണക്ട് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും കോൺട്രാക്ടർ ടൈപ്പ് ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ എന്താ സ്റ്റേറ്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നത്. ഇതിൽ പിന്നെ എന്ത് ഓവർലോഡ്, അതേപോലെ ലോ വോൾട്ടേജ് അങ്ങനത്തെ എല്ലാവർക്കും എന്ത് പ്രൊട്ടക്റ്റീവ് ഡിവൈസും ഉണ്ട്. അതായത് ഓവർലോഡ് വരുന്ന ടൈമിൽ പ്രൊട്ടക്ഷനും, അതേപോലെ ലോ വോൾട്ടേജ് വരുന്ന ടൈമിലുള്ള ഡിവൈസിനുള്ള പ്രൊട്ടക്ഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ സാധനത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ പറയുന്നത് എന്താ, അവിടെ ഒരു ഇൻ്റർലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് എൻഷുർ പ്രോപ്പർ സീക്വൻഷ്യൽ ഓപ്പറേഷൻ ഓഫ് ദ കൺട്രോൾ ഗിയർ ആൻഡ് സ്റ്റാർട്ടിംഗ് ഡിവൈസ്. അതായത് കൺട്രോൾ ഗിയറും സ്റ്റാർട്ടിംഗ് ഡിവൈസും ഒക്കെ സീക്വൻഷ്യൽ ഓപ്പറേഷൻ കറക്റ്റായിട്ട് ചെയ്യുന്നത് അവിടെ ഒരു ഇൻ്റർലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്നുമില്ല, ഈ റിയോസ്റ്റാറ്റ് സ്റ്റാർട്ടർ നിർണ്ണയിക്കുകയാണെങ്കിൽ അതിൻ്റെ കൺട്രോളിങ് റിയോസ്റ്റാറ്റ് എന്താവും, അന്നെങ്കിൽ സ്റ്റഡ് ടൈപ്പ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും കോൺട്രാക്ട് ടൈപ്പ് ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ എന്ത് ഐദർ നമ്മളെ ഓട്ടോമാറ്റിക് ടൈപ്പും ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് റോട്ടർ സ്വിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ പറയുന്നത്, ഇതെന്താണ് ഇതിലുള്ള നമ്മൾ സാധാരണ അതിൻ്റെ മുമ്പ് നോക്കിയ പോലെ എന്താണ് നോ വോൾട്ടേജ് കോയിൽ, NVC, അതേപോലെ ഓവർലോഡ് റിലേ, അതായത് വോൾട്ടേജ് ഫെയിൽ ആവുന്ന അങ്ങനത്തെ ഒക്കെ എന്താ ടൈമിൽ എന്ത് ചെയ്യും, ഈ മോട്ടറിന് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സർക്യൂട്ട് എന്താവും ഇതിൻ്റെ കൂടെ ഇൻബിൽഡായി ചെയ്തിട്ടുണ്ട്. അതായത് നോ വോൾട്ട് NVC കോയിൽ, അതേപോലെ ഓവർലോഡ് റിലേ, അതായത് വോൾട്ടേജിൽ എന്തെങ്കിലും ഫെയിലിയർ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ മോട്ടറിനെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സർക്യൂട്ട് ഓൾറെഡി എന്താവും ഇൻബിൽഡ് ഇതിൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണിത് റോട്ടർ റിയോസ്റ്റാറ്റ് സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ്. ജസ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കടുത്ത് അതായത് റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കണം. ഫസ്റ്റ് വരുന്ന അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ പോയിൻ്റ് തന്നെ ആബ്സെൻസ് ഓഫ് ഇൻട്രസ്റ്റ് സ്റ്റാർട്ടിങ് കറണ്ട്. അതായത് സ്റ്റാർട്ടിങ് കറണ്ടിലുള്ള ഇതുണ്ടാവും, പെട്ടെന്നുള്ള സ്റ്റാർട്ടിങ് കറണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യില്ല. അത് ആബ്സെൻസ് ചെയ്യും. ഇൻട്രസ്റ്റ് പെട്ടെന്നായിട്ടുള്ള ഇൻട്രസ്റ്റ് കറണ്ടിൻ്റെ റഷ് ഉണ്ടാവില്ല, പെട്ടെന്ന് ഇൻക്രീസ് അവിടെ ഉണ്ടാവില്ല.
പിന്നെ എന്തായിരിക്കും അവൈലബിലിറ്റി ഓഫ് ഫുൾ റേറ്റഡ് ടോർക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും ഫുൾ റേറ്റഡ് ടോർക്ക് അവൈലബിൾ ആയി കിട്ടും. അതായത് മോട്ടറിന് സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കും ഫുൾ റേറ്റഡ് ടോർക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും പവർ ഫാക്ടർ അത്യാവശ്യം ബെറ്റർ ആയിരിക്കും, ഹൈ ലൈൻ പവർ ഫാക്ടറാണ്. പിന്നെ എന്താ ആബ്സെൻസ് ഓഫ് ലൈൻ കറണ്ടിലെ ഹാർമോണിക്സിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല, ഹാർമോണിക്സിൻ്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്താണ് സ്മൂത്ത് ആൻഡ് വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോൾ, അങ്ങനെ സ്മൂത്ത് ആയിരിക്കും സ്പീഡ് കൺട്രോളിൻ്റെ അത്യാവശ്യം നല്ല റേഞ്ചിൽ സ്പീഡ് കൺട്രോൾ ഉണ്ടാകുന്ന നല്ല സ്മൂത്തും ആയിരിക്കും വർക്കിങ്ങിൽ. പിന്നെ അതേപോലെ വരുന്നതാണ് ഇപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജ് നോക്കിയ ഒരു 4 പോയിൻ്റ് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഒന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലുള്ള കറണ്ടിൻ്റെ പെട്ടെന്നുള്ള റഷ് ഉണ്ടാവില്ല, പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. സ്റ്റാർട്ടിങ് ടൈമിൽ കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ഉണ്ടാവില്ല. അതേപോലെ ലൈൻ കറണ്ടുള്ള ഹാർമോണിക്സ് ഉണ്ടാവില്ല. അത്യാവശ്യം നല്ലൊരു എന്തായിരിക്കും പവർ ഫാക്ടർ ആയിരിക്കും, ഹൈ ലൈൻ പവർ ഫാക്ടർ ആയിരിക്കും. പിന്നെ എന്തായാലും സ്റ്റാർട്ടിങ് ടൈമിൽ എന്തെങ്കിലും ഫുൾ റേറ്റഡ് അതായത് ടോർക്ക് എന്തായിരിക്കും അത്യാവശ്യം നല്ലൊരു ടോർക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ കിട്ടും. അതിൽ എന്താ സ്മൂത്തും വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോളാണ്, നല്ലൊരു സ്മൂത്തുമാണ്, സ്പീഡ് കൺട്രോൾ അത്യാവശ്യം നല്ലൊരു വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോളുമാണ്. അതേപോലെ നോക്കാനുള്ളതാണ് അടുത്തതിൻ്റെ, അത് റോട്ടർ റിയോസ്റ്റാറ്റ് സ്റ്റാർട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മൾ നോക്കിയ അഡ്വാൻറ്റേജ് ആണ്, ഇനി നോക്കാനുള്ളത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് റിഡ്യൂസ്ഡ് എഫിഷ്യൻസി ബിക്കോസ് ഓഫ് ദ സ്ലിപ്പ് എനർജി ഈസ് വേസ്റ്റഡ് ഇൻ ദ റോട്ടർ സർക്യൂട്ട് റെസിസ്റ്റൻസ്. അതായത് എഫിഷ്യൻസി കുറവായിരിക്കും, കാരണം എന്താണ് റോട്ടറിലെ എന്താ സ്ലിപ്പ് എനർജി എന്തായാലും റോട്ടർ സർക്യൂട്ട് റെസിസ്റ്റൻസിൽ വേസ്റ്റ് ആയി പോകുന്നതായും എൻ്റെ എഫിഷ്യൻസിക്ക് അത് എഫക്റ്റ് ചെയ്യും. റോട്ടർ സർക്യൂട്ട് റെസിസ്റ്റൻസ് കാരണം എന്തായും എൻ്റെ എഫിഷ്യൻസിനെ എന്ത് ചെയ്യും, അത് എഫക്റ്റ് ചെയ്യും. അതേപോലെ എന്ത് ചെയ്യും സ്പീഡ് ചേഞ്ചസ് വെരി വൈഡ്ലി വിത്ത് ലോഡ് വേരിയേഷൻ. അത് ലോഡിൽ, അതായത് നമ്മൾ ലോഡ് കൊടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും ലോഡ് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യുക. ആ ടൈമിൽ എന്ത് ചെയ്യും സ്പീഡ് വേരിയേഷൻ അത്യാവശ്യം നല്ലൊരു സ്പീഡ് വേരിയേഷൻ ഉണ്ട്. അതായത് ലോഡിലുള്ള വേരിയേഷൻ ടൈമിൽ എന്ത് ചെയ്യും അതേപോലെ ലോഡിൽ വേരിയേഷൻ നടക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യും സ്പീഡും അവിടെ വേരി ചെയ്യും. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ അൺബാലൻസ് ഇൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഓഫ് ദ റോട്ടർ സർക്യൂട്ട് റെസിസ്റ്റൻസ് ആർ നോട്ട് ഈക്വൽ. അതായത് റോട്ടറിലെ റെസിസ്റ്റൻസ് സർക്യൂട്ട് ഈക്വൽ അല്ലാത്തതുകൊണ്ട് അൺബാലൻസ് വോൾട്ടേജും കറണ്ടിൻ്റെ ഒരു എഫക്റ്റ് സർക്യൂട്ടിലുണ്ടാകും. കാരണം റോട്ടറിലെ റെസിസ്റ്റൻസ് ആർ ഈക്വൽ അല്ലാത്തത് ചെയ്യും ഓരോ സെറ്റ് റെസിസ്റ്റൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റോട്ടറിൽ യൂസ് ചെയ്യുന്നത് സ്ലിപ്പ് വഴി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും ഓരോ റെസിസ്റ്റൻസ് ഓരോ വാല്യൂ ആയിരിക്കും, അത് നമ്മൾ വോൾട്ടേജിനെയും കറണ്ടിനെയും എഫക്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. ഒന്ന് എഫിഷ്യൻസി കുറയാൻ ചാൻസ് ഉണ്ട്, സ്പീഡ് നല്ല വേരിയേഷൻ ഉണ്ടാവും, ലോഡിലുള്ള വേരിയേഷൻ കാരണം സ്പീഡിൽ നല്ല വേരിയേഷൻ ഉണ്ടാവും. പിന്നെ എന്താണ് അൺബാലൻസിന് വോൾട്ടേജ് കാരണം കറക്റ്റ് അല്ലാത്തൊരു ഓരോ റെസിസ്റ്റൻസ് ഓരോ വാല്യൂ ആകുന്നതും ബാലൻസിന് വോൾട്ടേജും കറണ്ടിൻ്റെ ഒരു അൺബാലൻസ് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളെ ഇന്നത്തെ റോട്ടർ റിയോസ്റ്റാറ്റ് സ്റ്റാർട്ടറിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതേപോലെ അതിൻ്റെ വർക്കിങ്ങും.